ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ അഥവാ FSK ആണ്. അത് നമുക്ക് FSK എന്തെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നീക്ക് വിച്ച് ഷിഫ്റ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വിത്ത് റെപ്രസെൻറ്റ് ടു ദ ബൈനറി ഡാറ്റ സിഗ്നൽ. ലഭിക്കുന്ന ബൈനറി ഡാറ്റ സിഗ്നലിനനുസരിച്ച് കാരിയർ അഥവാ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കാണ് FSK എന്ന് വെച്ചാൽ. FSK stands for frequency shift key. അതിൻ്റെ ഫുൾ ഫോം വെച്ചാൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. The FSK modulation technique uses two different carrier frequencies to represent binary ones and zeros. രണ്ട് ഡിഫറെൻ്റ് ആയുള്ള കാരിയർ ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ടാണ് ബൈനറിയിലെ 1ഉം 0ഉം FSK റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് നേരെ താഴെ കാണിച്ചത്. FSKൻ്റെ ഡീറ്റെയിൽ ഉള്ളതും ബൈനറിയിൽ അത് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതും ഫ്രീക്വൻസി ബേസിൽ. ആസ് ഷോൺ ഇൻ ദ ഫിഗർ 1, carrier frequency F1 represents binary data on 1 and carrier frequency F2 represents binary data 0. നമുക്ക് തന്ന ഫിഗറിൽ ഇവിടെ F2 എന്ന് പറഞ്ഞുള്ള ഓരോ ഭാഗം കാരിയർ ഫ്രീക്വൻസി F2 എന്ന് പറയുന്നത് ബൈനറിത്തെ 0നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേമാതിരി F1 എന്ന് പറയുന്നത് ബൈനറിത്തെ 1ഉം. ഈ കണ്ടിന്യൂസ് ആയി നേരെ ഒരു ഫ്രീക്വൻസി കാണുന്നത് അത് വെച്ചാൽ F1 ബൈനറി 1നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹിയർ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് ദ കാരിയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വൈൽ കാരിയർ ഫ്രീക്വൻസി ഈസ് ചേഞ്ച്. FSKയിൽ കാരിയറിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡിലും ഫേസിലും ഒരു ഡിഫറൻസ് സംഭവിക്കില്ല. FSK ആയിട്ട് നമ്മൾ വിടുന്ന കാരിയർ സിഗ്നലിൽ binary FSK can be represented by following mathematical equation. ബൈനറി FSK നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് ഇനി പറയുന്നത്. SFT equal to A into cos of 2 into pi into F1 into T for binary 1. ബൈനറി 1ൻ്റെ കേസിൽ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. S of t equal to A into cos of 2 into pi into F of 2 into T for binary 0. In this equation, F1 and F2 are offsets for carrier frequency by equal but opposite amounts. F1 F2 എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസിൻ്റെ ഓഫ്സെറ്റ്സ് ആണ്. അവ ഈക്വലും ഓപ്പോസിറ്റും ആയുള്ള രീതിയിൽ ഓപ്പോസിറ്റ് ആയുള്ള എമൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത FSK മോഡുലേഷൻ വർക്ക്. The output of a FSK modulation wave is high in frequency for a binary high input and is low in frequency for a binary low output. FSKൻ്റെ മോഡുലേഷൻ വേവ് എന്ന് പറയുന്നത് ബൈനറി ഫ്രീക്വൻസിയിൽ 1 ആണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അതിന് ആ വേവ് ഹൈ ആയിരിക്കും, ഫ്രീക്വൻസി ഭയങ്കര കൂടുതലായിരിക്കും ആ വേവിന്. അതേസമയം ലോ ആണ് അഥവാ 0 ആണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ വേവിൻ്റെ ഫ്രീക്വൻസി ഭയങ്കര കുറവായിരിക്കും. കുറഞ്ഞ രീതിയിൽ വളരെയധികം കുറവായിരിക്കില്ല, പക്ഷേ ഹൈനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കുറവായിരിക്കും ഉണ്ടാവുക. The binary ones and zeros are called mark and space frequencies. ബൈനറിയുള്ള 1നെയും 0നെയും നമ്മൾ പറയുക മാർക്കും 1നെ പറയാം മാർക്കും 0ന് വരെ സ്പേസ് ഫ്രീക്വൻസി സ്പേസ് എന്നാണ്. ഇതാണ് രണ്ട് ഫ്രീക്വൻസീസിന് നമ്മൾ പേര് കൊടുത്തത്. താഴെ കാണിച്ചു വെച്ചാൽ FSKൻ്റെ ട്രാൻസ്മിഷൻ്റെ ഒരു ഡയഗ്രാം ആണ്. Next we are going to talk about applications of FSK. It is used on voice grid lines for data rates up to 1200 bps. 1200 bps വരെയുള്ള ഡാറ്റ റേറ്റ്സ് ഉള്ള വോയിസ് ഗ്രേഡ് ലൈൻസിൽ നമ്മൾ FSK യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി റേഡിയോ ട്രാൻസ്മിഷൻസ് ഫ്രം 3 to 30 MHz. 3 മുതൽ 30 MHz വരെയുള്ള റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിഷൻസിൽ നമ്മൾ FSK യൂസ് ചെയ്യുക. High frequency transmissions. It's also used in coaxial cables based LANs or at higher frequencies.
കോആക്സിയൽ കേബിൾസ് യൂസ് ചെയ്തുള്ള ലാൻസ് അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിന് നമ്മൾ FSK യൂസ് ചെയ്യാം. ഇനി നമുക്ക് FSKയുടെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് നോക്കാം. ഇറ്റ് ഹാസ് ലോവർ പ്രോബിലിറ്റി ഓഫ് എററിന് ചാൻസ് FSKയിൽ വളരെ കുറവാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ SNR സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. എററിന് ചാൻസ് ഹൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ FSK പ്രൊവൈഡ് ചെയ്യും. എന്നുവെച്ചാൽ നോയ്സ് വരുന്നത് വളരെ കുറവായിരിക്കും. It has high immunity to noise due to envelope. Hence, it is robust against variation in attenuation through channels. എൻവലോപ്പ് മൂലമുള്ള നോയ്സിൽ നിന്ന് അതിന് ഹൈ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതുമൂലം അറ്റന്യൂവേഷനിൽ വേരിയേഷൻ ഉണ്ടാകുന്ന അതിനൊരു ഹൈ പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. FSK transmitters and FSK receiver implementation are simple for low data rate application. FSK ട്രാൻസ്മിറ്ററും FSK റിസീവറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മൂലം നമുക്ക് ലോ ഡാറ്റ റിസീവിങ് നല്ല രീതിയിൽ നടത്താൻ പറ്റും. Now let's look at its disadvantages. It uses large bandwidth compared to other modulation techniques such as ASK and PSK. Hence, it's not band effective. ASKനും PSKനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനൊരു ലാർജ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബാൻഡ് വിഡ്ത്ത് ആവശ്യമുണ്ട്. ഫ്രീക്വൻസി ബേസ് ആയിട്ട് നമ്മളിത് മോഡുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനോണ്ട് ബാൻഡ് എഫിഷ്യൻസി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് അതിൻ്റെ വരിക. The BER performance in AWGN channel is worse compared to PSK modulation. AW ചാനലിൽ ബൈറ്റ് എറർ റേറ്റ് PSKനെ കമ്പയർ ചെയ്തുമ്പോൾ അതിനേക്കാട്ടും മോശമാണ്. PSKനേക്കാട്ടും മോശമായുള്ള ബൈറ്റ് എറർ റേറ്റ് ആണ് FSK കാണിക്കുന്നത് AWGN channel. In order to overcome drawbacks of BSK, multiple FSK modulation techniques with more than 2 frequency have been developed. In MFSK, multiple FSK, more than 1 byte are represented by each signal element. BFSKൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടി MFSK എന്ന് പറയുന്നുള്ള വേറൊരു രണ്ട് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. MFSKയിൽ നമ്മൾ മൾട്ടിപ്പിൾ സിഗ്നൽസാണ് യൂസ് ചെയ്യുക. ഈ മൾട്ടിപ്പിൾ സിഗ്നൽസ് ഒരു സിഗ്നൽ ഒരു ബൈറ്റിനെക്കാട്ടും അധികം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത് MFSKയിൽ. അതാണ് നേരെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത്.